മൈ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ട്രാവലിംഗ് ബൈ. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുന്നു ട്രക്കിങ്ങിന്. ഇതിൻ്റെ മുകളിലായിരുന്നു നമ്മളെ താമസം. വളരെ നല്ല ഹട്ടുകളാണ്. നമുക്ക് ഉറങ്ങാൻ സുഖമായി ഉറങ്ങി, ഒരു കുഴപ്പവുമില്ലായിരുന്നു. നല്ലൊരു താമസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ട്രക്കിങ്ങിന് പോകുന്നു. ആ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. അത് കണ്ടിട്ട് വരാം. ഈ രണ്ട് ജീപ്പുകളിലായിട്ടാണ് ഞങ്ങൾ ട്രക്കിങ്ങിന് പോകുന്നത്. അങ്ങനെ കയറി വന്നപ്പോൾ നമുക്ക് കിട്ടിയ വ്യൂ ആണ്. കുറച്ച് കഴിഞ്ഞുള്ളൂ, അപ്പോൾ തന്നെ നല്ലൊരു അടിപൊളി വ്യൂ കിട്ടി. യോബിന്റെ പുസ്തകത്തിന്റെ ക്ലൈമാക്സിലിട്ടാണല്ലേ? ആ, ഓക്കെ. യോബിന്റെ പുസ്തകം ലാസ്റ്റ് വന്ന ക്ലൈമാക്സിൽ ജയശ്വരനെ കൊല്ലുന്ന ടണൽ ഇതിൻ്റെ അടിയിലാണ് സുഹൃത്തുക്കളെ. ഇതാണ് നമ്മളെ ഇവിടേക്ക് എത്തിച്ച ഡ്രൈവർ. നമ്മൾ ചാനലുണ്ട് കേട്ടോ, യൂട്യൂബ് ചാനലുണ്ട്, ട്രാവൽ ബൈ സനീം. അങ്ങനെ യാത്രകൾ ചെയ്യും, ഫുഡ് കഴിക്കും. അതൊക്കെ നമ്മളിങ്ങനെ ഒരു മെമ്മറീസായി യൂട്യൂബിലിടും. അപ്പോൾ അതാണ് പരിപാടി. നിങ്ങളുടെ സ്ഥലം ഇവിടെ തന്നെ? കുമാരനെ കയറി പോണു ഗായ്സ്. അത്രയും ദൂരം അവിടുന്ന് കയറി വന്നു. ഇത് നല്ലൊരു വ്യൂ കിട്ടി. എല്ലാം സൈഡായിരിക്കണം. ചെറുമട്ടത്തിലെല്ലാവരും അവിടെയാണ് കാർബൺ ഫഹദ് ഫാസിൽ സിനിമയെ കാർബൺ ഷൂട്ട് ചെയ്ത പ്ലേസ്. സൂര്യനുദിച്ചു ഗായ്സ്. സുഹൃത്തുക്കളെ, നമ്മൾ ഈ മല ഇറങ്ങാണ്. ചെറുമട്ടത്തിലുള്ള ട്രക്കിങ് കഴിഞ്ഞു. അതിന് അടിപൊളിയായിരുന്നു. കയറിയപ്പോൾ ഇപ്പോഴും കുഴപ്പമില്ല. അപ്പോൾ ബാക്കി കാഴ്ചകൾ പിന്നീട് കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മൾ ഇവിടം വിട്ടു പോവുകയാണ്. ഇനി അടുത്ത കാഴ്ചകളിലേക്ക് നമുക്ക് മടങ്ങാം. എന്താ സ്ഥലങ്ങൾ, ഇടുക്കിയുടെ മനോഹാരിത നമ്മളിവിടെ കാണുന്നു. ഇടുക്കി എന്ന മിടുക്കി. നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുകയാണ്. എല്ലാവരും ഇറങ്ങി. നല്ലൊരു നൈസ് സ്റ്റേ ആയിരുന്നു ഇവിടെ. ഇദ്ദേഹമായിരുന്നു നമുക്ക് വേണ്ട വിധ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്നു. താങ്ക് യു. മിസ്റ്റി ലാവൻഡർ എന്ന പ്രോപ്പർട്ടിയിലാണ് നമ്മൾ താമസിച്ചത്. ഫാമിലിക്ക് പറ്റിയതാണ്. ഫാമിലി നമ്മൾ അവസാനിപ്പിക്കുന്നില്ല സുഹൃത്തുക്കളെ. ഇനിയും യാത്രകൾ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു മണിയും കൂടാതെ വീണ്ടും നമ്മൾ യാത്ര ചെയ്യും. മിസ്റ്റി ലാവൻഡർ 300 മീറ്റർ മുകളിലേക്ക് നമ്മൾ നടന്നുപോയി. അതേപോലെ തിരിച്ചു വന്നു. അടിപൊളി ലൊക്കേഷനായിരുന്നു. ഇനി നമുക്ക് നമ്മൾ ചെറുക്കമ്മയുടെ അഭിപ്രായം ചോദിക്കാം. എന്താണ് എൻ്റെ അഭിപ്രായം ആദ്യം? അടിപൊളി, എന്തായാലും അതെ, അടിപൊളി അടിപൊളി. നല്ല വ്യൂവും കാര്യങ്ങളും ഒരുപാട് മുകളില് വ്യൂ കാണുന്നതാണ്. ഇനി നമുക്ക് ചെറുക്കമ്മയുടെ എല്ലാവരും ചോദിക്കാം. എങ്ങനെയാണ് ഗായ്സ് ട്രിപ്പ്? റിസോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രോപ്പർട്ടി വണ്ടി വന്നു. നമ്മളിനി അടുത്ത
ഡെസ്റ്റിനേഷനിലേക്ക് പോകുകയാണ്. നിങ്ങൾ വളരെ അടിപൊളിയായിട്ട് അനൂപേട്ടൻ വളരെ അടിപൊളിയായിട്ട് ഞങ്ങളെ കംഫർട്ടായിട്ട് എത്തിച്ചു എല്ലായിടത്തേക്കും. താങ്ക് യു ഗൈസ്. നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചിന് വേണ്ടി നാട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് തന്നെ കഴിച്ചു പോകാറുണ്ട്. നാട്ടിലേക്ക് ഇനി 8-9 മണിക്കൂർ യാത്ര ഉണ്ട്. ഹോട്ടൽ ബ്ലസ്, നല്ല ബ്ലെസ്സിങ് ഉള്ള ഹോട്ടലാണ് തോന്നുന്നു. ഈ കടിയുടെ സംഹാരം ഹോട്ടൽ ബ്ലസ് നിന്ന് നല്ല ബ്ലെസ്സിങ് ആയിട്ട് തന്നെ നമുക്ക് ഊണ് വരുന്നുണ്ട്. എല്ലാവരും അതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. ഫുഡ് നമുക്ക് നല്ല ഊണെത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് പ്ലേറ്റിലാണ് ഊണ് വരിക, ഇലയിൽ ഊണില്ല. സെറ്റല്ലേ ഗൈസ്, സെറ്റല്ലേ? എവിടെ ചെന്നാലും ഊഞ്ഞാലാടുക എന്നാണ് ഇവിടുത്തെ എല്ലാവരും ലക്ഷ്യം. മൂപ്പിച്ചമ്പനും ബോബിന്റെ പുസ്തകം എന്ന സിനിമയിൽ ഫഹദ് ഫാസിൽ അഭിനയിച്ച സിനിമയിലെ ലാസ്റ്റ് ക്ലൈമാക്സിലുണ്ടായ ടണലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ടണലിൻ്റെ പ്രത്യേകത, ടണലിൻ്റെ നീളം 1974 മാർച്ച് 10 മുതൽ ടണൽ ഉദ്ഘാടനം 6 വർഷം എടുത്താണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നീളം 5 കിലോമീറ്റർ. ബാക്കി നിങ്ങൾ വായിച്ചുകൊള്ളു ഗൈസ്. നമുക്ക് അവിടേക്ക് പോയിട്ട് വരാം. ഇയ്യോബിൻ്റെ പുസ്തകം എന്ന സിനിമയിൽ ക്ലൈമാക്സിൽ വില്ലനായ ജയ്സലിനെ കൊല്ലുന്ന ടണലാണിത്. ചെക്ക് ഡാമിൻ്റെ ഒരു ഭാഗമാണിത്. നല്ല അടിപൊളി പ്ലേസാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഗൈസ്. റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. പോയവരെ എല്ലാവരും തിരിച്ചു വരികയാണ്. ഈ ടണലാണ് ഇയ്യോബിൻ്റെ പുസ്തകം സിനിമയിൽ ഫഹദ് ഫാസിൽ ജയസൂര്യനെ കൊല്ലണ സീനുള്ളത് ക്ലൈമാക്സിൽ. പോന്നോളേ. ഇവിടെ വരുന്നവർ ഈ മുന്നറിയിപ്പ് വായിച്ച് ഇതിലേക്ക് ഇറങ്ങുക. കാരണം ക്രമാതീതമായി വെള്ളം ഉയരും. കാരണം മഴ പെയ്താൽ അപ്രതീക്ഷിതമായി വരും. അപ്പോൾ ശ്രദ്ധിച്ചിറങ്ങുക. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ഡാമിൻ്റെ വ്യൂ കാണുന്ന ഹിൽ വ്യൂ പാർക്കിലാണുള്ളത്. അതാണ് ഇടുക്കി ഡാം. നല്ല അടിപൊളി വ്യൂ ആയിട്ട് ഇവിടെ നമുക്കിങ്ങനെ കിട്ടും. ഇതാണ് പാർക്ക്. മുകളിലേക്കുണ്ട്. ഫോട്ടോഷൂട്ട് തയ്യാറാക്കുന്നു. മ്യൂളേ കാണണം ഗൈസ്. നമ്മൾ കോതമംഗലെത്തി. രാത്രികത്തെ ഡിന്നർ കഴിക്കാനായി ഫ്യൂഷൻ റെസ്റ്റോറൻറ്റ് കഫേ മനാറ. ഫുഡ് കഴിക്കുന്നുണ്ട്. ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ച ശേഷം നമ്മൾ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഒരു 6-7 മണിക്കൂറുണ്ടാവും ഇനി നമ്മുടെ നാട്ടിലേക്കുള്ള യാത്ര. അപ്പോൾ ഈ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത ട്രിപ്പുമായി ഉടനെ ഞാൻ വരുന്നതാണ്. ഓക്കെ, ബൈ.